ലഹരിക്കെതിരെയുള്ള നമ്മുടെ പ്രഖ്യാപിത നയമാണ്, പ്രഖ്യാപിത തീരുമാനമാണ്. ലഹരിക്കെതിരെയുള്ള നമുക്ക് എന്തെല്ലാം സാധ്യമായി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്നൊരു ലഘുലേഖ, നമ്മളൊരു 500ഓളം ലഘുലേഖ നമ്മൾ അടിച്ചിട്ടുണ്ട്. അതിന്ന് ഇവിടെ ഓപ്പൺ ചെയ്യും, അതിന്ന് നിങ്ങൾക്ക് തരും. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അത് വായിക്കാൻ തയ്യാറാണ്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ സിറ്റൗട്ടിന്റെ ചില യേശു ഈ വീടിന്റെ നായകൻ അല്ലെങ്കിൽ കൃഷ്ണൻ ഈ വീടിന്റെ നായകൻ അങ്ങനെയൊക്കെ കാണുമല്ലോ ചെറിയ ഇന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ മൂവ്മെന്റിന്റെ അകത്ത് എത്ര കുടുംബം ലഹരി വിമുക്ത കുടുംബം ഉണ്ട് എന്ന് എനിക്കറിയില്ല. കൃത്യമായിട്ട് നമ്മളതിന്റെ ഒരു കണക്കെടുക്കാനിരിക്കുക. നമ്മുടെ 27 കുടുംബങ്ങൾ നമ്മുടെ സത്യത്തിനകത്തുണ്ട്. ഈ 27 കുടുംബങ്ങളിൽ ലഹരി അല്പം പോലും ഉപയോഗിക്കാത്ത എത്ര കുടുംബം ഉണ്ടെന്ന് നമ്മൾ കണക്കെടുക്കും. അവിടെ ലഹരി ഉപയോഗിക്കാത്ത വീടുകളിൽ ഈ കുടുംബം ലഹരി വിമുക്ത കുടുംബം എന്ന സ്റ്റിക്കർ നമ്മൾ അടിച്ചു കൊടുത്തി. ഉപയോഗിക്കാത്ത ലഹരി വിമുക്ത കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ക്യാമ്പയിനായിട്ട് ഉപയോഗിക്കുന്ന കുടുംബം ഉണ്ടെങ്കിൽ അവരാരാണോ ഉപയോഗിക്കുന്നത് കണ്ടെത്തി അവരിൽ നിന്നും ഈ തിന്മയിൽ നിന്നും മാറത്തക്ക രീതിയിൽ മാറ്റിക്കൊണ്ട് ആ കുടുംബങ്ങളെയും അങ്ങനെ ഒരു മുദ്ര കുത്തുക. അതായത് 27 കുടുംബം നിലവിലുണ്ട്. ഈ 27 കുടുംബവും ലഹരി ഉപയോഗിക്കാത്ത കുടുംബമായി, പരിപൂർണമായി ലഹരി ഉപയോഗിക്കാത്ത കുടുംബമായി പരിവർത്തനപ്പെടുത്തി അത് പ്രത്യാനമായിട്ട് നടത്തുന്നത് വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അങ്ങനൊരു ക്യാമ്പയിനാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അംബേദ്കർ എന്ന മഹാനായ മനുഷ്യന്റെ പേരിൽ നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് വായിച്ചു അറിഞ്ഞു അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കവിഞ്ഞ് നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. പക്ഷേ അതേപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മഹാന്റെ പേരിൽ നമുക്ക് സഹജീവികളോട് കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടൽ ഈ പീപ്പിൾസ് മൂവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ അംബേദ്കർ എന്ന് പറയുന്ന മനുഷ്യനെ ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. വളരെയേറെ കഷ്ടത നിറഞ്ഞൊരു ജീവിതത്തിലൂടെ പഠിച്ച് എനിക്ക് തോന്നുന്ന ആദ്യത്തെ മെട്രിക്കുലേഷൻ പാസ്സായത് ഈ ഇന്ത്യയിലെ ഒരു പിന്നോക്ക വിഭാഗക്കാരൻ, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാള് മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സാകുന്ന ആദ്യത്തെ ആളാണ് അംബേദ്കർ. സഖാവ് സിജു കൈതമറ്റം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, ഇപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞാണ് ഇങ്ങനെയൊരു പ്രോഗ്രാമിലൊരു മാറ്റം ഞാനും അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ കലാഭവൻമണി ക്ലബിൻ്റെ ഉദ്ഘാടനം പ്രഖ്യാപനമാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പേരിൽ പ്രധാനപ്പെട്ട കുടുംബമായിട്ടുള്ള കുടുംബമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ചെറിയ വിവരണം തന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടാണ് ഏറ്റവും അടുത്ത ബന്ധം. അപ്പോൾ എന്നെ വിളിച്ചപ്പോഴും ഞാൻ സത്യത്തിൽ പ്രോഗ്രാമുകളൊക്കെ ഒന്ന് ഒതുക്കി മറ്റൊരു ജീവിതത്തിലോട്ടൊക്കെ കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ആകുമ്പോഴുള്ള ഗാനങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വരുന്നൊരു സമയമായിരുന്നു. അതിനൊരു കാരണമുണ്ട്. അതായത് കലാകാരന്മാരെ ഞങ്ങൾക്കറിയാം, വളരെ ജാതീയമായിട്ടുള്ള പല വിവേചനങ്ങളും നേരിടുന്ന ഒരു പേരിലൂടെയാണ് കലാഫിലിം. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേടൻ്റെ പാട്ട് ഹിറ്റായി. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വേടൻ്റെ പാട്ട് പാടാൻ പുറത്തുനിന്ന് ആവശ്യം വരിക. അപ്പോൾ എൻ്റെ കൂടെ പാടുന്നൊരു ഈ പെർഫോമൻസ് സിംഗറാണ്, അദ്ദേഹമാണ് ഈ പാട്ടുകളൊക്കെ പാടുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ മാനേജർ സമ്മതിച്ചില്ല, വേടൻ്റെ പാട്ടൊന്നും പാടാൻ പറ്റില്ല, അതിനൊന്നും വളർത്താൻ പാടില്ല. ഇപ്പം ഇവൻ വളരെ വിഷമത്തോടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നോട് വേടൻ്റെ പാട്ട് പാടുന്നില്ല. ചേട്ടാ ഈ പുള്ളി സമ്മതിക്കുന്നില്ല, അതിനെ പറ്റി വേടൻ്റെ പാട്ടൊന്നും പാടുന്നെന്നാണ് പറയുന്നത്. ഇത് നടന്ന സംഭവമാണ്. ഇത് ഞാൻ വളരെ ഗ്രൂപ്പിലുണ്ടായ സംഭവമാണ്. നമ്മൾക്ക് ജോലി ചെയ്യുന്ന മേഖലകളിൽ, നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ സംവാദം നടത്തുന്ന സ്ഥലങ്ങളിൽ, നിത്യോപസാധനങ്ങൾ വാങ്ങുന്ന കടകളിൽ
ഒക്കെ നമ്മൾ ഇന്ത്യയിലെ ജാതീയ വിവേചനം നേരിടേണ്ടി വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. വിദ്യാലയങ്ങളിൽ, കലാലയങ്ങളിൽ ഒക്കെ നമുക്കറിയാം, ഉയർന്ന വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടന്നു വരുന്ന കുട്ടികളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അവർക്ക് അറിയത്തുള്ളൂ. ഒരുപക്ഷെ വീടിന് വേണ്ടി പണിയെടുക്കുന്ന, പാടുപെടുന്ന, പ്രയാസപ്പെടുന്ന, ജീവിക്കാൻ മറന്നുപോയ, അച്ഛനോട് പറയാൻ മടിക്കും നമ്മുടെ കുട്ടി, അവൻ അവന്റെ ക്ലാസ്സിൽ അനുഭവിക്കുന്ന ജാതീയ വിവേചനം. രണ്ടാം വർഷം